ഷാബി ഇന്ന് റയാന് ടൂർ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേക്കുകൾ ഉണ്ടാക്കി കൊടുത്തയക്കാൻ കേട്ടോ. ട്രെയിനിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. കേക്കാകുമ്പോൾ പെട്ടെന്ന് കേട് വരില്ലല്ലോ, അതുകൊണ്ടാണ് അത് ഉണ്ടാക്കി കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു 10 വയസ്സൊക്കെ ആയിരുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു സാറിൻ്റെ ക്ലാസ് കേട്ടത്. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു ഐസക് ന്യൂട്ടൻ ഓട്ടിസമാണ്, ബിൽ ഗേറ്റ്സിനും ചെറിയ തോതിൽ ഓട്ടിസം ഉണ്ടായിരുന്നു എന്നൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവരൊക്കെ നല്ല കഴിവുകളുള്ള ആളുകളാണെന്നൊക്കെ ഉള്ള സാറിൻ്റെ വാക്കുകളൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ജീവിതത്തിൽ തന്നെ. ഞാനും വിചാരിച്ചു ഇവൻ്റെ കൈയും കാലുകളൊക്കെ നല്ല നീളമുണ്ട്, അപ്പോൾ എനിക്ക് ചിത്രം വരയ്ക്കാനൊക്കെ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു തോന്നൽ. അപ്പം ഞാൻ അവനെ അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കാനൊക്കെ നോക്കിയിട്ടും കുറേ കളറിങ്ങും ഒക്കെ കൊടുത്തിട്ട് അതിലൊന്നും പിന്നെ അവനിക്ക് ഒട്ടും താല്പര്യമോ അല്ലെങ്കിൽ അതൊന്നും ചെയ്തൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടോ സാറിൻ്റെ ആ വാക്കുകൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവൻ പഠിക്കാനൊന്നും പറ്റില്ലെങ്കിലും നല്ല കലാകാരനോ, അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു തോട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രതീക്ഷയുടെ ഒരു ചെറിയ കണിക എന്ന് വേണമെങ്കിൽ പറയാം. ബ്രെയിനിൻ്റെ പലതരത്തിലുള്ള വഴിമാറിപ്പോവലാണ് ഈ ഒരവസ്ഥ എന്നൊക്കെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതുകൊണ്ടാണല്ലോ അവരുടെ ഒരു പെരുമാറ്റത്തിലും അവരുടെ ഒരു ബിഹേവിങ്ങിലും ഒക്കെ കാണുന്നതും നമ്മളിങ്ങനെ ക്ലോസ് ആയിട്ട് മനസ്സിലാക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ തോന്നുന്നത് കേട്ടോ. ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കും, ബാക്കിയുള്ളവർക്ക് തോന്നുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തിയും ഞാനും ഒരേ സമയത്ത് പ്രസവിച്ച് കിടന്നതാണ്. അപ്പോൾ അവൻ ചെയ്യുന്നത് പോലെ അല്ല ഇവൻ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ഒട്ടും സംശയം തോന്നിയിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇവൻ ഇങ്ങനൊരവസ്ഥ ഉണ്ട് എന്നൊന്നും തിരിച്ചറിയാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഒരു അറിവില്ലായ്മ എത്രത്തോളം നമ്മളെ ജീവിതത്തിനെ ബാധിക്കും എന്നുള്ളതും കൂടി ഒന്ന് പോയിൻ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് ഒരു വിഷയത്തിന് അറിവില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ അഗാധമായ ഗർത്തത്തിലേക്ക് വീഴും നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ. കാരണം നമ്മൾ എവിടെ വേണമെങ്കിലും ആരെന്ത് പറഞ്ഞാലും നമ്മൾ അവിടെ പോയിട്ട് ചാടിക്കൊടുക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ എനിക്ക് മനസ്സിലാക്കുന്നത്. എൻ്റെ അബദ്ധങ്ങളും ഞങ്ങളുടെ വഴിയിൽ യാത്ര, നമ്മുടെ ജീവിതയാത്രയൊക്കെ അങ്ങനെയൊക്കെ തോന്നിപ്പിക്കും. ഷാബി ചെറുപ്പത്തിലൊക്കെ അവൻ ആൺകുട്ടിയാണല്ലോ, അതുകൊണ്ട് കാറുകളൊക്കെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാലും ആ കാറിൻ്റെ ടയർമേലാണ് ആളുടെ കളി മുഴുവൻ. ടയർ ഊരിയെടുക്കുക, ടയർ വെറുതെ വട്ടം നോക്കുക, ആ ഒരു ടോയ്സിൻ്റെ ഫുള്ളും ഭാഗവും ഓട്ടിച്ച് നല്ല അങ്ങനെ എൻജോയ് ചെയ്യില്ല. പിന്നീടാണ് മനസ്സിലാവുന്നത് ഇതൊക്കെ ഒരു സിംറ്റംസ് ആണ് എന്നുള്ളതൊക്കെ. അതുപോലെ അവന് വണ്ടികളൊക്കെ വരി വരിയായി വെക്കും. എന്നിട്ട് അത് ഒന്ന് ഇടയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറിപ്പോയാൽ, അതായത് ആ വരി വരിയായി വെക്കുന്നത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവണം. നമ്മളൊന്ന് അടിച്ചു വരുമ്പോഴോ എന്തെങ്കിലും കാലുകൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ വേഗം വന്നിട്ട് അത് നേരെ വരി വരിയായിട്ട് വെക്കും. നമ്മൾ സാധാരണക്കാരായി നമുക്കിത് ഒരു ഈ ഒരു അവസ്ഥയാണ് എന്നൊന്നും തിരിച്ചറിയാൻ അന്ന കാലത്ത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇവനിത് തെറ്റിപ്പത്തിന് വന്നു, നല്ല മിടുക്കൻ, അങ്ങനെയാണ് അതിനെ കണ്ടത്. പക്ഷേ ഇതൊക്കെ ഒരു സിംറ്റംസാണ്. ഈ അവസ്ഥ, ഈ ഓട്ടിസം ഉള്ള കുട്ടികളുടെ ഒരു സിംറ്റംസാണ് ഇതൊക്കെ എന്നുള്ളത് പിന്നീടാണ് നമുക്കിതൊക്കെ മനസ്സിലാവുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ തിരിച്ചറിവുകൾ പിന്നീട് നമ്മളത് ഉപയോഗിക്കുകയാണ്. അതായത് പിന്നീട് രണ്ടാമത്തെ മോനുണ്ടായപ്പോൾ ഒരു 1.5-2 വയസ്സാകുമ്പോൾ തന്നെ നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ഭയങ്കര തിരയലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ 10 ദിവസത്തിന് തന്നെ മുഖത്ത് നോക്കി ചിരിക്കും. ആദ്യത്തെ പ്രസവിച്ച് 10 ദിവസത്തിനുള്ളിൽ തന്നെ, അങ്ങനെയാണ് വേണമെന്ന് പറയാം, 2 മാസത്തിനുള്ളിൽ തന്നെ ചിരിക്കുമ്പോൾ മുഖത്ത് തിരിച്ച് നോക്കി ചിരിക്കും. നമ്മൾ ചിരിക്കുമ്പോൾ ഉമ്മാനെ നോക്കിയിട്ട് തിരിച്ചും ചിരിക്കണം. അതിൽ 6-7 മാസത്തിലാവുമ്പോൾ ബായ് കാണിക്കുക, ടാറ്റ പറയുക, നമ്മൾ പറയുമ്പോൾ നോക്കുക, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിരുന്നു കേട്ടോ. മനസ്സിന് ഭയങ്കര ആശങ്കയായിരുന്നു ജുനുവായിരുന്ന സമയത്ത്. അപ്പോൾ ഈ 1-1.5 വയസ്സൊക്കെ ആകുമ്പോൾ ഇപ്പോൾ ഒരു കോഴിയെ കണ്ടാൽ അപ്പോൾ നമ്മളെ നോക്കിയിട്ട് ഉമ്മ ഇതെന്താണ് എന്ന ഒരു ആങ്സൈറ്റിയോടുകൂടി നോക്കണം. അതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ആ സമയത്ത് ഉറപ്പ് വരുത്തിയിരുന്നു കേട്ടോ. അതേപോലെ പോയിൻ്റ് ചെയ്യുക.
ഞാൻ ഇപ്പോൾ റോട്ടിൽ കൂടെ പോകുന്നു, ഒരു കുതിരയോ അല്ലെങ്കിൽ പട്ടിയോ ഒക്കെ പോകുമ്പോൾ ഒരു പേടിയോടുകൂടി ഇതാ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുക. ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് അവരുടെ വളർച്ചയെ നോക്കി കണ്ടിരുന്നു എന്നുള്ളതാണ്. താഴെ ഒരു കുട്ടി ഉണ്ടായപ്പോൾ അതേപോലെ ജുനു തുണികൾ കൊണ്ടൊന്ന് കളിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. കാരണം ഷാബി തുണികൾ ഇങ്ങനെ പിരിച്ച് പിരിച്ച് നിൽക്കും. കവറുകളും തുണികളുടെ അറ്റം പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കളികളൊന്നും ഇവനില്ല എന്നുള്ളത് ശ്രദ്ധിക്കലൊക്കെ ആയിരുന്നു ജുനു ഉണ്ടായിരുന്ന സമയത്തുള്ള ഒരു പ്രധാന ജോലികൾ എന്ന് പറയണമെങ്കിൽ പറയാം. ഷാബി കേക്ക് ഉണ്ടാക്കുന്നത് വളരെ ആസ്വദിച്ചിട്ടും ഇഷ്ടത്തോടു കൂടിയിട്ടാണ് കേട്ടോ അവൻ ആ കേക്ക് ഉണ്ടാക്കുന്നത്. എത്ര നേരം എത്ര കേക്ക് ഉണ്ടാക്കാൻ അവനക്ക് മടിയൊന്നുമില്ല. ഞങ്ങളൊരു 4 കേക്ക് ഉണ്ടാക്കി. എനിക്കെപ്പോഴും നന്ദിയോടുകൂടി ഓർക്കാൻ തോന്നുന്നത് CP സാറിൻ്റെ ക്ലാസ് തന്നെയാണ് കേട്ടോ. സാറാണ് ഞങ്ങളൊരു കൂട്ടമ്മമാർക്ക് പ്രതീക്ഷയൊക്കെ തന്നത്. നിങ്ങളൊന്നിനും പറ്റാത്തവരൊന്നല്ല, ഭയങ്കരമായ ആൾക്കാരാണ്, ഭയങ്കര പവറുണ്ട് നിങ്ങൾക്ക് എന്നൊക്കെ സാറ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എനർജി തന്നിരുന്നു. ലൈഫ് ലോങ് എന്ന് തന്നെ പറയാം. എത്രയോ വർഷങ്ങൾ കടന്നുപോയി, എന്നിട്ടും നമുക്ക് ഒരു വ്യക്തിയെ ഓർമ്മിക്കാൻ അവരുടെ വാക്കുകൾ ഇത്ര അധികം എനർജി തരുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമേ അല്ല. അപ്പോൾ മനസ്സ് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കേണ്ട ആവശ്യകതയാണ് സാറ് എപ്പോഴും ഊന്നി പറഞ്ഞിരുന്നത് കേട്ടെ. സാറ് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. സാറ് പറയും നിങ്ങളൊരു സ്പെഷ്യൽ ചൈൽഡിൻ്റെ ഒരു അമ്മയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ഒരു പാരൻസ് ആണ് എന്നാണ്. അതെപ്പോഴും ഓർക്കും. എന്തെങ്കിലും മനസ്സിന് ഡൗൺ ആകുമ്പോൾ അപ്പോൾ ആലോചിക്കും, ഞാനൊരു സ്പെഷ്യൽ ചൈൽഡിൻ്റെ സ്പെഷ്യൽ മദറാണെന്ന്. ഈ ഓർമ്മ ഈ അവസ്ഥയിലുള്ള കുട്ടികളുടെ പാരൻസും ഓർത്തിരിക്കണം കേട്ടോ. നിങ്ങളുടെ മനസ്സ് തളരാതിരിക്കട്ടെ.